ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് 2 തരത്തിലുള്ള സൂപ്പർ ഹെൽത്തി റിഫ്രഷിംഗ് ഡ്രിങ്ക്സ് ആണ്. രണ്ടും വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഹെൽത്തി ഡ്രിങ്ക്സ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പപ്പായയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ കപ്പയ്ക്ക എന്ന് പറയും. പല സ്ഥലങ്ങളിൽ ഇതിന് പല പേരുകളിലാണല്ലോ അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പപ്പായ തോലകൾ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഞാനിതിൻ്റെ ഒരു പകുതിയോളം എടുത്തിട്ടുണ്ട്. എത്ര പേർക്ക് വേണമെന്നുള്ളതനുസരിച്ചിട്ട് നിങ്ങൾ പപ്പായ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇതൊരു ബ്ലെൻഡറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് റൈസിൻസും അതുപോലെ ബദാമും ചേർക്കാം. ഞാനിത് രണ്ടും കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും കുതിർത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് പെട്ടെന്ന് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിരുന്നാലും മതി. ഇനി ഇതിലേക്കൊരു 4-5 ഡേറ്റ്സ് കൂടി ചേർത്ത് കൊടുക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പാലിലോ വെള്ളത്തിലോ ഒക്കെ ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് തണുത്തിട്ടുള്ള പാലാണ് കേട്ടോ വേണ്ടത്. പാല് ചേർക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. നമുക്ക് ആദ്യം ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി മാത്രമുള്ള പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്കൊരു 3-4 ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആയതിനു ശേഷം മാത്രം ബാലൻസ് ഉള്ള പാലും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മുടെ ഒരു ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഡേറ്റ്സിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ. ഇനി ഗ്ലാസ്സിലേക്ക് അല്പം സബ്ജ സീഡ്സോ അല്ലാന്നുണ്ടെങ്കിൽ ചിയ സീഡ്സോ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. സബ്ജ സീഡ് നമ്മുടെ ബോഡിക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് തരുന്നതാണ്. സമ്മർ സീസണിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണിത്. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്കിപ്പ് ചെയ്യുന്നവരുണ്ടല്ലോ, അവർക്കിതൊരു കംപ്ലീറ്റ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സൊല്യൂഷൻ ആയിരിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ. ഈ ഒരു ജ്യൂസ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് രണ്ടാമത്തെ ജ്യൂസ് തയ്യാറാക്കാം. ഇതൊരു റിഫ്രഷിംഗ് ഡീടോക്സ് ഡ്രിങ്ക് ആണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലെൻഡറിലേക്ക് കുറച്ച് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. ഞാൻ ജ്യൂസ് മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. കറുത്ത മുന്തിരിയോ പച്ചമുന്തിരിയോ അത് ഏതാണെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇഞ്ചി ചേർത്താലാണ് ഈ ഒരു ജ്യൂസിന് ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തിട്ടുള്ളത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഇതിപ്പോൾ ആ ജ്യൂസ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. നമ്മുടെ ജ്യൂസ് മുന്തിരിയും നാരങ്ങയും ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ ഒരു ജ്യൂസ് നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കണം കേട്ടോ. വളരെയധികം ടേസ്റ്റി ആയിട്ടും നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് ചിയ സീഡ്സോ സബ്ജ സീഡ്സോ അതെന്താണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇനി അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് സബ്ജ സീഡാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്തതിന് ശേഷം നമുക്ക് ഗ്ലാസ്സുകളിലേക്ക് സെർവ് ചെയ്യാം. ഇന്ന് ഞാനിവിടെ കാണിച്ചിട്ടുള്ള 2 ജ്യൂസസും വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്. നമ്മുടെ പപ്പായ ജ്യൂസൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിൻ ഗ്ലോ ആവാനും അതുപോലെ നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഡീടോക്സ് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണ് ഈ ഒരു മുന്തിരി ജ്യൂസ്. ഈ 2 ടൈപ്പ് ജ്യൂസും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് പറയണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.